മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ യുഎഇയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. ഇന്ന് അർദ്ധരാത്രി മുതൽ യുഎഇയുടെ മിക്ക എമിറേറ്റുകളിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. ദുബായ്, ഷാർജ, അബുദാബി, റാസൽ ഖൈമ, അജ്മാൻ എമിറേറ്റുകളിൽ അടുത്ത 2 ദിവസം വിദ്യാലയങ്ങൾ ഓൺലൈൻ പഠനത്തിലേക്ക് മാറും. രാജ്യത്തെ മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ നിർദ്ദേശം നൽകി. സ്വകാര്യ സ്ഥാപനങ്ങൾ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കാനും ജോലി സമയത്തിൽ ഇളവ് നൽകാനും തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അബുദാബിയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? ഇപ്പോഴും മഴ തുടരുകയാണോ? ധന്യ, ഇപ്പോൾ അബുദാബിയിലും ദുബൈയിലും മഴയില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയാണ് യുഎഇ പ്രതീക്ഷിക്കുന്നത്. രാവിലെ കിഴക്കൻ മേഖലയിൽ, അതായത് ഫുജൈറ, റാസൽ ഖൈമ, അതേപോലെ തന്നെ ഹുർഫുഖാൻ തുടങ്ങിയ മേഖലയിൽ മഴ ലഭിച്ചിരുന്നു. അതേപോലെ തന്നെ ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാത്രി മുതൽ ഖത്തർ തീരത്ത് നിന്നും ശക്തമായ മഴമേഘങ്ങൾ യുഎഇ തീരത്തേക്ക് പ്രവേശിക്കും. ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ വൈകുന്നേരം വരെ രാജ്യവ്യാപകമായി യുഎഇയുടെ അബുദാബി എമിറേറ്റ് മുതൽ ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും അതേപോലെ തന്നെ കിഴക്കൻ മേഖലയിലും ശക്തമായ മഴയുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. അതേസമയം കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്നൊരു നിർദ്ദേശം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ, അതായത് മാർച്ചിലും ഏപ്രിലും ഉണ്ടായ മഴയുടെ അത്ര തീവ്രത നാളെയും മറ്റന്നാളുമായി ലഭിക്കുന്ന മഴയ്ക്ക് ഉണ്ടാവില്ല എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ജാഗ്രതാ നിർദ്ദേശം വളരെ ശക്തമായി നൽകിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയും അതേപോലെ തന്നെ മറ്റ് ദ്രുതകർമ്മസേനയുമെല്ലാം സജീവമായി ഈ മഴക്കെടുതികളെ നേരിടാനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ്. കാരണം കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ 75 വർഷത്തിനിടയിലെ മഴയ്ക്കാണ് യുഎഇ സാക്ഷ്യം വഹിച്ചത്. ഷാർജയും പരിസര പ്രദേശങ്ങളും അതേപോലെ ദുബൈയിലെ പല ഭാഗങ്ങളും വെള്ളത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു മുന്നൊരുക്കവും ജാഗ്രതയും ഇപ്പോൾ മഴയുടെ കാര്യത്തിലുണ്ട്. 2 ദിവസം, അതായത് വ്യാഴവും വെള്ളിയും യുഎഇയിലെ മിക്ക എമിറേറ്റുകളിലും സ്വകാര്യ സ്കൂളുകളടക്കമുള്ള എല്ലാ വിദ്യാലയങ്ങൾക്കും ഓൺലൈൻ പഠനത്തിലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവിടുത്തെ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി, അത്യാവശ്യമായി പ്രവർത്തന രംഗത്തുണ്ടാവേണ്ടവർ മാത്രം പുറത്തിറങ്ങിയാൽ മതി എന്നൊരു നിർദ്ദേശമുണ്ട്. സ്വകാര്യ മേഖലയിലാണെങ്കിൽ പരമാവധി ജീവനക്കാർക്ക് വർക്ക് ഫ്രോം ഹോമിന് അനുമതി നൽകണമെന്നും അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ടൈമിംഗ് നൽകണമെന്നും തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. നാളെ മുതൽ മിക്ക മലമ്പ്രദേശങ്ങളിലേക്കുള്ള റോഡുകൾ അടയ്ക്കാനാണ് തീരുമാനം. കാരണം ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ വൈകുന്നേരം വരെ നിർത്താതെ മഴ പെയ്യാൻ വ്യാപകമായി, അതായത് യുഎഇയുടെ മിക്ക എമിറേറ്റുകളിലും വ്യാപകമായി തന്നെ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. അതുകൊണ്ട് പല ഭാഗങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്താണ് മറ്റന്നാളും സ്കൂളുകൾക്ക് ഓൺലൈൻ പഠനം നിർദ്ദേശിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ പരമാവധി ആളുകൾ പുറത്തിറങ്ങാതിരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ കാറ്റ് ശക്തമാകുമെന്നുള്ളതിനാൽ പുറത്ത് ഇറങ്ങുന്നവരും അതേപോലെ പുറത്ത് സൂക്ഷിച്ചിട്ടുള്ള വസ്തുക്കളും പരമാവധി ഉൾപ്രദേശങ്ങളിലേക്ക് മാറ്റണം, വീടിനകങ്ങളിലേക്ക് മാറ്റണം എന്നൊക്കെ ദുബായ് മുനിസിപ്പാലിറ്റിയും അബുദാബി മുനിസിപ്പാലിറ്റിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിക്ക നഗരസഭാ പ്രവർത്തകരും പരമാവധി ഈ അഴുക്കുചാലുകളും എല്ലാം വൃത്തിയാക്കുന്ന ജോലികളിലാണ്. പമ്പ് സെറ്റുകളും മറ്റും ഒരുക്കി വെള്ളക്കെട്ടുണ്ടായാൽ പരമാവധി അത് അപ്പോൾ തന്നെ ഒഴിവാക്കാനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലുമാണ് ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. ധന്യ, പക്ഷേ ഷിനോജ്, ഈ ആളുകൾക്ക് വലിയ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല, കൂടുതൽ ജാഗ്രത കാണിക്കുന്നത് കൊണ്ടുകൂടി. പക്ഷേ നാശനഷ്ടങ്ങൾ കൂടുന്നു, ഈ വെള്ളക്കെട്ട് വലിയ തടസ്സമുണ്ടാക്കുന്നു, കച്ചവട സ്ഥാപനങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, വാഹനങ്ങൾ അതുപോലെ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു ഒഴുകി പോകുന്നുണ്ട്, പല വാഹനങ്ങളും നശിച്ചു പോകുന്നുണ്ട്. അപ്പം ഇതിലൊക്കെ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ ആളുകൾക്ക് സഹായം നൽകാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടാകുന്നുണ്ടോ? ഈ വെള്ളക്കെട്ടൊക്കെ പരിഹരിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ തേടുന്നുണ്ടോ? അതിന് യുഎഇയിൽ കഴിഞ്ഞ മാസങ്ങളിൽ ശക്തമായ മഴയാണ് ഉണ്ടായത്. അന്നും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതേപോലെ വെള്ളത്തിൽ കുടുങ്ങി നശിച്ചത്. അതിന് പ്രത്യേകം ഇൻഷുറൻസ് പോളിസി പ്രകാരമുള്ള നാശനഷ്ടങ്ങൾ നൽകാനാണ് യുഎഇയിലെ സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇൻഷുറൻസ് പോളിസിയിൽ ഇതേപോലെ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് പോളിസി കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നൽകാനാണ് സെൻട്രൽ ബാങ്ക് ഇൻഷുറൻസ് കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വീടുകൾ
വീടുകൾക്കുള്ള നാശനഷ്ടവും അത്തരത്തിൽ നൽകാൻ നിർദ്ദേശം നൽകിയിരുന്നു. പിന്നീട് മറ്റൊന്നുള്ളത്, ഇതിന് നൽകുന്ന സർട്ടിഫിക്കറ്റ്, അതായത് നാശനഷ്ട സർട്ടിഫിക്കറ്റുകൾ സൗജന്യമാക്കി കൊടുത്തുകൊണ്ട് പല പോലീസ് സേനകളും അവർക്ക് സഹായം നൽകിയിരുന്നു. ഓൺലൈൻ വഴി അപേക്ഷിച്ച വാഹനങ്ങൾക്ക് ഉണ്ടായ കേടുപാടുകൾ സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകൾ പോലീസ് സൗജന്യമായി തന്നെ നൽകുന്ന ഒരു സംവിധാനം പല എമിറേറ്റുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാർച്ചിലെ മഴയിലായാലും ഏപ്രിലിലെ മഴയിലായാലും വലിയ നാശമാണ് UAE-യിലെ വാഹന ഉടമകൾക്ക് ഉണ്ടായത്. ഇൻഷുറൻസ് കമ്പനികളും വലിയ നാശം നേരിട്ടിരുന്നു. കാരണം ഭാരിച്ച നഷ്ടപരിഹാര തുക നൽകേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികളെയും ഈ നാശനഷ്ടം ബാധിച്ചിരുന്നു. എങ്കിലും ഇൻഷുറൻസ് പോളിസി പ്രകാരമുള്ള നാശനഷ്ടം എല്ലാ വാഹന ഉടമകൾക്കും അതേപോലെ തന്നെ വീട്ടുടമകൾക്കും നൽകണമെന്നാണ് സെൻട്രൽ ബാങ്കിന്റെ നിർദ്ദേശമുള്ളത്. ഷിനോജ്, ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? നേരത്തെ നമുക്കറിയാം, മലയാളികൾ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളും സംഘടനകളും ഒക്കെ വലിയ സഹായം ചെയ്തിരുന്നു. ഇപ്പോഴും അത് തുടരേണ്ട ഒരു സാഹചര്യമാണോ? അത്രയധികം ബുദ്ധിമുട്ടിലേക്ക് നിലവിൽ ഇപ്പോൾ പെയ്യുന്ന മഴ എത്തിച്ചിട്ടുണ്ടോ? ധന്യ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ശരിക്കും ഏപ്രിൽ 16, 17 ദിവസങ്ങളിൽ ലഭിച്ച മഴയിൽ നിന്ന് പല ഭാഗങ്ങളും വെള്ളക്കെട്ടിൽ നിന്നും മറ്റും മോചിതമായത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. പ്രധാന റോഡുകൾ തന്നെ സാധാരണ നിലയിലേക്ക് മടങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും മെയ് ആദ്യ വാരത്തിൽ മഴ വരുന്നത്. ഇപ്പോൾ വെള്ളക്കെട്ട് ഒഴിഞ്ഞ നിലയിലാണ് മിക്ക പ്രദേശങ്ങളും. ഇന്ന് രാവിലെ പെയ്ത മഴയിൽ കാര്യമായ വെള്ളക്കെട്ടുണ്ടായിട്ടില്ല. മലമ്പ്രദേശങ്ങളിൽ മാത്രമാണ് കാര്യമായ മലവെള്ളപ്പാച്ചിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നഗരപ്രദേശങ്ങളിലും താമസ സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഇതായിരിക്കില്ല വരും മണിക്കൂറിലെ അവസ്ഥ എന്നുള്ളതാണ് കാലാവസ്ഥ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. പല ഭാഗങ്ങളിലും ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, വെള്ളക്കെട്ടും രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ചില മേഖലയിലെങ്കിലും താമസ സ്ഥലങ്ങളിൽ വെള്ളം നിറയാനും, കാരണം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മഴയായിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിഞ്ഞു പോകാൻ കുറേ സമയം വേണ്ടിവരും. അത് പ്രധാന റോഡുകളിലും മറ്റും വെള്ളക്കെട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാളെ വൈകുന്നേരത്തോടുകൂടി മഴ അവസാനിക്കുമെങ്കിലും മറ്റന്നാളും അവധി നൽകാനും സ്കൂളുകൾക്ക് ഓൺലൈൻ പഠനത്തിലേക്ക് പോകാനും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ധന്യ. ശരി, നന്ദി ഷിനോജ്.